തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നടവഴിയിൽ ബൾബിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട കുടുംബങ്ങൾക്ക് സോളാർ ലൈറ്റ് സ്ഥാപിച്ചു നൽകി മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പാവുക്കര 2-ാം വാർഡംഗം ലേഖനകുമാരിയാണ് വർഷങ്ങളായി ഇരുട്ട് നിറഞ്ഞ നടവഴിയിൽ പ്രകാശം നൽകിയത്. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം വാർഡംഗം ലേഖനകുമാരിയുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് നിർവഹിച്ചു. എല്ലാവരും ഒരു പൂ ചോദിച്ചൊരു പൂക്കൊട്ട് നിറച്ച് പൂ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും നല്ല പ്രവൃത്തിയാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ആയുസ്, ഇതിന്റെ സൗകര്യം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഗ്രാമപഞ്ചായത്തിൽ കൂടി ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകും. പ്രത്യേകിച്ച് മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള റോഡുകൾ, അവരുടെ വഴിവിളക്കുകൾ വലിയ പരിതാപകരമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിൽക്കുന്നത് ഒരു നടവരമ്പാണ്, 2 വീട് താമസിക്കുന്നിടമാണ്. എങ്ങനെയാണ് ഇവർക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു വഴി ഉണ്ടാക്കുന്നത് എന്നാണ് എന്റെ മനസ്സിൽ. 2-ാം വാർഡ് പാവുക്കര വള്ളിവേലിൽ ചാഴിയാരിൽ ഭാഗത്തെ 3 കുടുംബങ്ങളായിരുന്നു വഴിവിളക്കില്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്നത്. പാടത്തിന്റെയും തോടിന്റെയും വശങ്ങളിലൂടെ ഇരുട്ടത്ത് വിഷജന്തുക്കളെ പേടിച്ചായിരുന്നു പ്രദേശത്തെ വീട്ടുകാർ രാത്രിയിൽ സഞ്ചരിച്ചിരുന്നത്. ഇവരുടെ വീടുകളിലേക്ക് വൈദ്യുതി വലിച്ച് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വഴിവിളക്കിനുള്ള സംവിധാനം നൽകിയിരുന്നില്ല. വഴിവിളക്കിനായി ലൈൻ വലിക്കുന്നതിന് ഏറെ കടമ്പകൾ കടക്കണമെന്നതിനാൽ വർഷങ്ങളായി ഇരുട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നപ്പോൾ തന്നെ ലേഖനകുമാരി ഇവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വൈദ്യുതി ലൈൻ വലിക്കാതെ തന്നെ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിങ്കുപാം ടെക്നോളജി എന്ന IT കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നേടിയെടുക്കുകയായിരുന്നു. കമ്പനിയുടെ CSR എക്സിക്യൂട്ടീവ് അരവിന്ദ് സ്ഥലത്തെത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും CSR ഫണ്ടിൽ നിന്നും 48,000 രൂപ നൽകി ഗ്രീൻ ഇന്ത്യ റിന്യൂവൽ സോളാർ കമ്പനി 2 സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ പാടവരമ്പിലെ ഇരുളടഞ്ഞ നടവഴിയിൽ പ്രകാശം പരന്നു. ഇനി ഇവരുടെ നടവഴി കൂടി പുനർനിർമ്മാണം നടത്തി സുരക്ഷിതമാക്കണമെന്നാണ് വാർഡംഗം ലേഖനകുമാരിയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, മാന്നാർ.